എൻ്റെ ഈ ബഡ്ജറ്റ് ഡിസ്കഷൻ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അല്ല, അത് ഞാൻ ഉത്തരം പറയാം. ചോദ്യം ഒന്നുകൂടെ പറയണേ. പക്ഷെ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം എൻ്റെ മുഖപ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, ബഡ്ജറ്റിൻ്റെ ഒരു ഗ്രേഷ്യസ്നെസ്, ബഡ്ജറ്റിൻ്റെ ഒരു നൈപുണ്യത, ഇത് മുക്കിക്കളയുന്ന തരത്തിൽ ഒരു എലക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ ഒരു ഡീസ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു റോങ് നറേഷൻ എന്ന് പറയുന്നത് ശക്തമായാൽ 5 വർഷം ഒരു വഞ്ചന, അതിന് നിങ്ങൾ മാധ്യമക്കാർ കാരണക്കാരാവരുത്. നിങ്ങളിത് അനലൈസ് ചെയ്യും. ഞാനിതിൻ്റെ മുഴുവൻ ടെക്സ്റ്റും തരാം. നിങ്ങളത് അനലൈസ് ചെയ്ത് ജനങ്ങളെ ഇതിൻ്റെ കൃത്യത എന്താണെന്ന് അറിയിക്കും. ഒരു രാഷ്ട്രീയത്തിനും വേണ്ടി ടൂളാവരുത്. ഇത് എനിക്ക് സംക്ഷിപ്തമായി പറയാൻ സാധിക്കും. എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു? അത് കേട്ടുപോലും ഇല്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞതൊന്നും കേട്ടുപോലും ഇല്ല. എൻ്റെ ആഗ്രഹവും എൻ്റെ വിശ്വാസവും അതേ എനിക്ക് പറയാൻ അവകാശമുണ്ട്. കാരണം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാനിത് നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. നല്ല അന്തരീക്ഷം ജനങ്ങളുടെ മനംമാറ്റത്തിലൂടെയും മൈൻഡ് സെറ്റ് ചേഞ്ചിലൂടെയും ഒരുങ്ങിയിട്ടുണ്ട്. അതിന് കാരണങ്ങൾ വിവിധങ്ങളാണ്. അതിൽ നിന്ന് ഞാൻ കണക്കാക്കുന്നത് കാൻഡിഡേറ്റാണ് പ്രശ്നം. കാൻഡിഡേച്ചർ മാത്രമാണ്. അത് ഞങ്ങൾക്ക് മാത്രമുള്ള ബാധ്യതയായി മാറി എന്നുള്ളത് വലിയ ഡിസ്ക്രിമിനേഷനാണ്. മറ്റുള്ളവരുടെ കാൻഡിഡേറ്റ് ആരാണെന്നോ എന്താണെന്നോ അച്യുതാനന്ദൻ സഖാവ് പറയുന്ന ആ ഗണത്തിൽപ്പെടുന്ന ആളാണോ എന്നോ ഒന്നും നോക്കണ്ട. ഞങ്ങളുടെ കാൻഡിഡേറ്റിന്റെ മൂല്യം അറിയണം. അപ്പൊ അത് മാത്രമാണ് ഇതിനകത്ത് ഒരു പ്രധാന ഘടകം. അങ്ങനെ കണ്ടെത്താൻ എൻ്റെ ആഗ്രഹം ഒരു ഭരണം എന്ന് പറയുന്നത് രൂപീകൃതമാകുമ്പോൾ ഒരു ഡിസൈഡിങ് ഫാക്ടറായി നിലനിൽക്കുന്ന അത്രയും എണ്ണം, ഞാൻ വിചാരിക്കുന്നത് ഒരു 21 MLA-മാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിയമസഭയിൽ 2026 വന്നാൽ വി വിൽ ബി ദി കിങ് മേക്കർ. അങ്ങനെ വന്നാൽ ഇന്ന് ചില ഭയവിഹ്വലതകൾ, ഒരുപക്ഷെ അവർ വന്നാൽ ഇങ്ങനെ, ഇവർ വന്നാലും അത് തന്നെയാണ് എന്ന് പറയുന്ന ഭയപ്പാടുള്ള വോട്ടിംഗ് വിഭാഗത്തിന് ഈ 21 പേർ എന്ന് പറയുന്നത് അവരുടെ വോട്ടേഴ്സിൻ്റെയും യഥാർത്ഥ പൗരന്മാരുടെയും രാഷ്ട്രീയമുള്ളതും ഇല്ലാത്തവരുമായ പൗരന്മാരുടെയും തണ്ടലിൻ്റെ ബലമായി മാറും എന്നുള്ളത് നിശ്ചയമാണ്. ഒരിക്കലുമില്ല. എന്നെ 5 വർഷം വോട്ട് ചെയ്ത് ഒരു പണച്ചെലവുണ്ടായി. അത് തീർത്തിട്ട് മറ്റെന്തിനെ കുറിച്ചും ചിന്തിക്കും. ഇനി അതിനോട് ഞാൻ വാക്ക് തരണം. അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് കളഞ്ഞിട്ട് പോകും. അയ്യോ, അങ്ങനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിർണായക ശക്തിയാവും. പിന്നെ ആര് ഭരണത്തിൽ വന്നാലും അവർ ജനങ്ങളെ ഭയക്കേണ്ടി വരും. ആ ജനപക്ഷത്ത് നിൽക്കുന്ന ഡിസൈഡിങ് ഫാക്ടറായി മാറും.